നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ ജയസല്ലൂർ. താങ്ക് യു. വളരെ സന്തോഷത്തിലാണ് അങ്ങിന്ന്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ വലിയ ആഘോഷത്തിമിർപ്പിലാണ്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിന്റെ വിധി കേരളത്തിൽ പരിശോധിക്കുമ്പോൾ പിറ്റേന്ന് മാധ്യമങ്ങൾ കൊടുത്ത ഒരു തലക്കെട്ട് തന്നെയാണ് നമ്മുടെ ഓർമ്മയിൽ വരുന്നത്. തൽസ്ഥിതി തുടരും. വയനാട്ടിൽ തൽസ്ഥിതി, ചേലക്കരയിൽ തൽസ്ഥിതി, പാലക്കാടും തൽസ്ഥിതി. ചില വോട്ട് ശതമാനം വർദ്ധിക്കുന്ന കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കോൺഗ്രസിന് അത്ര വലിയ വിജയം അവകാശപ്പെടാൻ കഴിയുമോ? UDF അത്ര വലിയ വിജയം അവകാശപ്പെടാൻ കഴിയുമോ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ? ഈ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിട്ട് പ്രത്യാശ നിർഭരമായ ഉപതെരഞ്ഞെടുപ്പുകളാണ്. കാരണം ഈ 2021 ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും UDF അതിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അത് തൃക്കാക്കരയായാലും, അത് കഴിഞ്ഞ ശേഷം പുതുപ്പള്ളിയിലായാലും, പാലക്കാട്ടായാലും, അത് കഴിഞ്ഞ് വയനാട്ടിൽ ഇപ്പോഴുന്നുണ്ട്. റെക്കോർഡ് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. രണ്ടാമത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ കാര്യം പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം വന്നത് ചേലക്കരയാണ്. ചേലക്കരയെ സംബന്ധിച്ചിട്ട് ഏതാണ്ട് 40,000-നകം അടുത്ത് വോട്ട് നേടിയ രാധാകൃഷ്ണൻ CPM 40 വർഷമായി പ്രതിനിധീകരിക്കുന്ന ഒരു നിയോജകമണ്ഡലമാണ്. അവിടെ 27,000 വോട്ട് കുറഞ്ഞു. 27,000 വോട്ട് കുറഞ്ഞെന്ന് 1-2 വോട്ടല്ല, 27,000 വോട്ട് കുറഞ്ഞു. അതിന് സ്ഥാനാർത്ഥി തന്നെ നേരത്തെ MLA ആയിരുന്ന ഒരാളും അങ്ങനെയൊക്കെയുള്ളൊരു കാര്യത്തില്ല. അവിടെയും എൻ്റെ അഭിപ്രായത്തിൽ UDF നന്നായി പ്രവർത്തിച്ചു. പക്ഷെ അവിടെ ഇനിയും പ്രവർത്തിക്കേണ്ട കാര്യമുണ്ട്. അത് തൽസ്ഥിതി എന്നുള്ളതിനെക്കാട്ടിൽ കൂട്ടില് മൊത്തത്തിൽ വോട്ടിൻ്റെ ഒരു ടേൺ ഔട്ട് നോക്കിയാൽ പാലക്കാട്ടായാലും വയനാട്ടിലായാലും അത് ചേലക്കരയായാലും UDF സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടും അത് നിരാശയ്ക്കൊരു വകയില്ല. ഇറ്റ് ഇസ് എ പോസിറ്റീവ്. ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ഉയരുന്ന ചില ചർച്ചകളുണ്ട്. അത് ഏറെ ഗൗരവത്തോടെ UDF കാണേണ്ടതുണ്ട്. അതിലൊന്ന് പാലക്കാട് UDF ലഭിച്ച ചില പിന്തുണകളെ കുറിച്ചാണ്. സന്ദീപ് വാര്യരെ അടർത്തിയെടുത്ത് കോൺഗ്രസ് ക്യാമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ തൊട്ടടുത്ത ദിവസം പാണക്കാട്ടേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പാണക്കാട് തറവാട്ടിൽ നിന്നാണ് പിന്നീട് സന്ദീപ് തന്റെ യുദ്ധം തുടങ്ങുന്നത് ഒരു വശത്ത്. മറുവശത്ത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിജയത്തിന് തൊട്ടു പിന്നാലെ SDPI പരസ്യമായി രംഗത്തിറങ്ങി ആഹ്ലാദ പ്രകടനം നടത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ ചാനലുകളിൽ കണ്ടു. SDPIയുടെയും ജമാഅത്തിന്റെയും വലിയ റോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് പിന്നിലുണ്ട് എന്ന പിണറായി വിജയന്റെ ആക്ഷേപം മാത്രമല്ല, കേരളത്തിൽ ഇത് വലിയ ചർച്ചയായിരിക്കുന്നു. കോൺഗ്രസിനെ UDF ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചില വർഗീയ ശക്തികളും ലീഗ് അടക്കമുള്ള സംവിധാനങ്ങളും ചേർന്ന് ഹൈജാക്ക് ചെയ്ത ഒരു അവസ്ഥയല്ലേ ഇപ്പോഴുള്ളത്? ശുദ്ധമായ ഒരു വാദഗതിയാണ്. ശുദ്ധമായ മഠേതരമാണത്. ഒന്നാമത്തെ കാര്യം, അതിൻ്റെ അകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കേരളത്തിലെ ഒരു സാധാരണ പൗരന്റെ വോട്ടിനെ നിങ്ങൾ നിന്ദിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യാ? കേരളത്തിലെ ആൾക്കാരെല്ലാം മണ്ടന്മാരാണെന്നാണോ പിണറായി വിജയൻ വിചാരിച്ചിരിക്കുന്നത്? കേരളത്തിലെ ആൾക്കാരെല്ലാം ജാതിയും മതവും മാത്രം നോക്കി വോട്ട് ചെയ്യുമെന്നാണോ? അതായത് വർഗരാഷ്ട്രീയം വിട്ട് വർഗീയ രാഷ്ട്രീയം ഉണങ്ങിയ ഒരാളാണ് ഈ പിണറായി സർക്കാർ. അത് അവരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തരാതര വർഗീയ രാഷ്ട്രീയമാണ്. ഈ വാസു എന്ന് പറയുന്ന RSSകാരൻ അവിടുന്ന് CPM പോയി അവിടുത്തെ ദേവസ്വം ബോർഡിന്റെ നേതാവായ അറിയാമോ? അതുപോലെ എത്രയോ ഉദാഹരണത് മദാനിയെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് ഇതാണ് കാര്യം എന്ന് പറഞ്ഞാൽ അറിയാമോ? നിങ്ങൾ ഈ എത്രയോ പ്രാവശ്യം ലീഗിനെ തരാതരം പോലെ സൂക്ഷിച്ചറിയാമോ? ഇതിൻ്റെ അകത്ത് അൻവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൂടെ നോക്കണം. കൂടെ കിടന്നോന്നല്ല രാപ്പനി അറിയത്തുള്ളൂ. അൻവർ എന്താ പറഞ്ഞത്? അപ്പൊ CPM സംബന്ധിച്ചിട്ട് അത് തരാതര രാഷ്ട്രീയമാകും. ഈ സന്ദീപ് വാര്യരെ കൊണ്ടുവരാൻ വേണ്ടി എല്ലാവിധ ശ്രമങ്ങളും നടത്തി അവസാനം പരാജയപ്പെട്ടപ്പം ക്രിസ്റ്റൽ ക്ലിയർ നേതാവെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പച്ച കള്ളം പറയാണ് തിരിച്ച്. അപ്പോ
ഇതിൻ്റെ അകത്തൊന്നും കാര്യമില്ല. അതായത് UDF ജയിച്ചാൽ അത് ഇന്ന ആളുടെ സപ്പോർട്ടാണ് എന്ന് പറയുന്ന ശുദ്ധ എന്താ പറഞ്ഞ പൊളിറ്റിക്കൽ ബാങ്ക്രപ്സിയാണ്. അപ്പൊ അതിനോട് ഞങ്ങൾ പൂർണ്ണമായി വിയോജിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം, എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ പൗരന്മാർക്കും ഒരു വോട്ടാവുള്ളത്. അത് അവരുടെ ജാതി ഏതാണ്, മതം ഏതാണ്, പാർട്ടി ഏതാണെന്നുപരി അവര് അപ്പോഴുള്ള കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ളവർക്ക് കൊടുക്കും. പിന്നെ പിണറായി വിജയന്റെ സ്ഥാനാർത്ഥി, അതായത് കടമെടുത്ത സരിൻ എന്ന് പറയുന്ന ആളുടെ ക്രെഡിബിലിറ്റി നമ്മൾ കണ്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേനെ ഈ പിണറായി വിജയന്റെ സ്ഥാനാർത്ഥി നോക്കുമ്പോൾ സന്തോഷിക്കുന്ന പലരും കാണും. അതിന് കോൺഗ്രസ് എന്ത് പിടിച്ചു? മനസ്സിലായി. അവര് UDFന്റെ ഭാഗമാണോ? അല്ലല്ലോ. ഈ അബ്ദുൽ നാസർ മദാനിയെ പുലുകി കെട്ടിപ്പിടിച്ച് ഈ തരാതരം പോലെ എല്ലാ വർഗീയ രാഷ്ട്രീയങ്ങളും കളിച്ച് ചെയ്യുന്ന CPM, അൻവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അവർക്കിത് പറയാനുള്ള മോറൽ റൈറ്റ്സ് ഇല്ല എന്നുള്ളതാണ്. അങ്ങ് ഇത്തരമൊരു വാദഗതി ശക്തമായി പറയുമ്പോഴും മറുവശത്ത് ലീഗിന്റെ സ്വാധീനം ഇപ്പോൾ UDF വളരെ ശക്തിപ്പെടുകയാണ്. അത് നമ്മൾ നിഷേധിക്കാൻ കഴിയില്ല. പാലക്കാട് പ്രത്യേകിച്ച് എന്ത് കാര്യം പറയുന്നത്, UDFന്റെ അവിഭാജ്യ ഘടകമാണ് ലീഗും കേരള കോൺഗ്രസും. UDFന്റെ UDF ഉണ്ടാക്കിയപ്പോൾ 1980-കളിൽ UDF ഉണ്ടാക്കിയപ്പോൾ അന്നും ഇന്നും മുസ്ലിം ലീഗ് ഉണ്ട്. പക്ഷേ കേരളത്തിലെ മുസ്ലിം ലീഗ്, അതുകൂടെ പറയാം, കേരളത്തിലെ മുസ്ലിം ലീഗ് വളരെ മോഡറേറ്റ് ആയിട്ടുള്ള, ജനാധിപത്യത്തിൽ വസിക്കുന്ന, ജനാധിപത്യ ചേരിയിൽ നിൽക്കുന്ന CH മുഹമ്മദ് ഇപ്പോൾ അതുപോലെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ നേതൃത്വം നൽകുന്ന വളരെ 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 ജനാധിപത്യപരമായ ആധുനിക പാർട്ടിയാണ്. അപ്പൊ നിങ്ങൾ അത് കേരള കോൺഗ്രസ് അതുപോലെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പൊ കേരള കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും RSP ആയാലും UDFന്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ അകത്ത് അന്നും ഇന്നും അതിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ്സുകാരാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിമാരായിട്ടുള്ളത് കോൺഗ്രസ്സുകാരാണ്. മനസ്സിലായില്ലയോ? അപ്പൊ ഇത് കണ്ണടച്ചിരുട്ടാക്കരുത്. പിന്നെ കേരളത്തിലെ സംബന്ധിച്ചിട്ട് കേരളത്തിന്റെ ചരിത്രത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. മനസ്സിലായോ? അതേ കേരളത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ, കേരളത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഇവിടുത്തെ ഈഴവരും നായന്മാരും എല്ലാം. അപ്പൊ അതിന്റെ അകത്ത് നിങ്ങൾ ഒരു മതഭാഗത്തെ മാത്രം വേർതിരിക്കുന്ന പറഞ്ഞാൽ സംഘ് പരിവാറിന്റെ ഡിസ്കോഴ്സ് ആണിത്. അത് ഞങ്ങൾ യോജിക്കുന്നില്ല. അവിടെ ഇത്തരമൊരു വാദഗതിയുടെ മുഖ്യ കാരണം 2021 പിണറായി വിജയനെതിരെ UDF ഉയർത്തിയ ഏറ്റവും വലിയ ആരോപണം വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്നു, ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ച് പിണറായി വിജയൻ ചില ജമാഅത്ത് ഉൾപ്പെടെയുള്ള അന്നത്തെ ബാന്ധവത്തെ കുറിച്ച് ശക്തമായ വിമർശനങ്ങൾ കോൺഗ്രസും UDFും ഒക്കെ പിണറായിക്കെതിരെ ഉയർത്തിയിരുന്നു. ഇപ്പോൾ അതേ കോൺഗ്രസ് ലീഗിനെ ഉപയോഗിച്ച് വെറുതെ കാര്യം പറയുന്നത്, ലീഗ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ UDFന്റെ ഇന്റഗ്രൽ പാർട്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം, UDF ഉണ്ടാക്കിയത് മുസ്ലിം ലീഗും കോൺഗ്രസും കേരള കോൺഗ്രസും കൂടെ ഒരുമിച്ച്. പക്ഷെ ലീഗിന് കൂടുതൽ സ്വാധീനം. എന്ത് സ്വാധീനം? നിങ്ങൾ എവിടെ സ്വാധീനം പറ്റിയത്? പഴയ 5ാം മന്ത്രിയിൽ തുടങ്ങുന്ന ഒന്നൊന്നുമില്ല. അതിനകത്ത് എന്താ പ്രശ്നം? ഇവിടുത്തെ സംഘപരിവാറിന്റെ ഡിസ്കോഴ്സ് ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടുത്തെ CPM ആ. CPMന്റെ പ്രശ്നം എന്താണ്? അവർക്ക് വർഗ രാഷ്ട്രീയം ഇല്ല, തൊഴിലാളി രാഷ്ട്രീയം ഇല്ലിപ്പോ. അതിൻ്റെ അകത്തുള്ള എല്ലാം പണക്കാരുടെ പാർട്ടിയാണ്. ഇറ്റ് ഈസ് എ കമ്മ്യൂണലിസ്റ്റ് മാർക്കറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. കമ്മ്യൂണലിസവും മാർക്കറ്റ് ക്യാപിറ്റലിസവും കൂടെ ചേർത്തിയ ഒരു സാധനമാണത്. അതിൻ്റെ അകത്ത് എന്ത് തൊഴിലാളി വർഗ സിദ്ധാന്തം? കേരളത്തിൽ തൊഴിൽ ചെയ്യുന്നത് ഇവിടുത്തെ 30-35 ലക്ഷം പേര് തൊഴിൽ ചെയ്യുന്നത് ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും വരുന്നവരാണ്, കർഷക തൊഴിലാളികൾ ഉൾപ്പെടെ. അതില്ലാത്തപ്പം വർഗരാഷ്ട്രീയം പരാജയപ്പെട്ടു കേരളത്തിൽ. വർഗരാഷ്ട്രീയം പരാജയപ്പെട്ടപ്പോൾ എന്തായി? വർഗീയ രാഷ്ട്രീയം. അത് എങ്ങനെയാണെന്ന് അറിയോ? വർഗീയ രാഷ്ട്രീയം തരാതരം പോലുള്ള വർഗീയ രാഷ്ട്രീയം. അതായത് മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് ഈ അരിവാൾ ചുറ്റിക പച്ചയാകും, ചിലപ്പോൾ അത് മഞ്ഞയാകും. ക്രിസ്ത്യാനികളുള്ള സമയത്ത് അരിവാൾ ചുറ്റിക നല്ല വെള്ളയാകും. എന്ന് പറഞ്ഞാല് തരാതരം പോലെ നിങ്ങൾ നോക്കേ, എത്ര ചുമന്ന അരിവാൾ ചുറ്റിക ഇപ്പൊ കാണാനില്ല. അതായത് ഈ മാർക്സിന്റെ പടം എവിടെയെങ്കിലും കാണാനുണ്ടോ? മൈക്രോസ്കോപ്പ് വെച്ചാൽ നോക്കിയപ്പോ പാർട്ടി സമ്മേളനം നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പച്ച അരിവാൾ ചുറ്റിക മലപ്പുറത്ത് കണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് CPMന്റെ രാഷ്ട്രീയം, സ്പെഷ്യലി പിണറായിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ അന്തസത്ത എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ പറയുന്നത് എന്തറിയോ? തരാതര വർഗീയം എന്ന് വെച്ചാല് സൗകര്യം ഉള്ളിടത്ത് സൗകര്യം പോലെ
അതായത് സൗകര്യം പോലെ ഒരു രാഷ്ട്രീയം കളിക്കുന്ന ഒരു ആളാണ്. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന് ഒരിക്കലും ഒരു സംശയമില്ല, മുസ്ലിം ലീഗ് UDFന്റെ അവിഭാജ്യ ഘടകമാണ്. മറുവശത്ത് UDF ഇപ്പോൾ മുഖ്യ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് കേരളത്തിലെ BJPയുടെ വളർച്ചയെ പിടിച്ചു കിട്ടിയെന്നാണ്. അതിൽ ഒരു അടിസ്ഥാനമില്ല എന്ന് നമ്മൾ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഒരു ഉദാഹരണത്തിന് ചേലക്കരയിൽ BJPയുടെ വോട്ട് ശതമാനം 9,000 വോട്ട് ഏകദേശം 9,500 വർദ്ധിച്ചിരിക്കുന്നു. പാലക്കാട് ശ്രീധരൻ മത്സരിച്ചപ്പോഴുണ്ടായ വോട്ട് വളർച്ച മാറ്റി നിർത്തിയാൽ BJPയുടെ അടിസ്ഥാന വോട്ടുകൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ C കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയോട് BJP പാർട്ടിയിൽ തന്നെ വലിയ അനിഷ്ടമുണ്ടായിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് കൗൺസിലർമാരും നഗരസഭാ അധ്യക്ഷയും ഉൾപ്പെടെ സ്ഥാനാർത്ഥിയെ പരസ്യമായി തള്ളിപ്പറയുന്നത്. വലിയ തോതിൽ BJP നേതാക്കൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ ചേലക്കരയിലെയും പാലക്കാടെയും അടിസ്ഥാന വോട്ടുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ LDFനും BJPക്കും കാര്യമായ ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല. 3 വിഭാഗവും UDFും LDFും NDA മുന്നണിയും അവരുടെ അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെടുത്താതെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതല്ലേ വാസ്തവം? അല്ലല്ല, ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഭരണവിരുദ്ധതയെ നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഞാൻ പറയട്ടെ, ഭരണവിരുദ്ധത ഉണ്ട് എന്നുള്ളതിന് ഉദാഹരണം ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ടായിട്ട് നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും CPMന്റെ അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥിയെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് UDF ജയിച്ചത്. പക്ഷെ ഒരു അവസ്ഥ അതൊക്കെ വെറുതെയാണ്, സഹതാപ തരംഗം. എന്നിട്ട് എന്താ ഇവരെല്ലാം കൂടെ പോയി ചെയ്തിട്ട് എന്താ? എന്നിട്ട് ഈ പാലക്കാട്ട് പോലും പിണറായി വിജയന്റെ ഫോട്ടോ ഇല്ലായിരുന്നല്ലോ തെരഞ്ഞെടുപ്പിന്. പിണറായി വിജയൻ എന്താ ഇത്ര ഭയമാണ്? അപ്പൊ ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും മോശമായ ഭരണം പിണറായി വിജയന്റെ 2ാം വരവാണെന്നുള്ള യാതൊരു സംശയമില്ല. നികുതി പിഴിഞ്ഞ് എടുക്കുകയാണ്, സെസ് രാജാണ്. നിങ്ങളെ വീടിന് നികുതി കൂട്ടി, വസ്തുവിന് നികുതി കൂട്ടി, കറണ്ട് ചാർജ് കൂട്ടി, വെള്ളക്കരം കൂട്ടി, എല്ലാം കൂട്ടിയിട്ടും 5 ലക്ഷം കോടി രൂപ കടം. പിന്നെ കടം എടുത്തിട്ടാണ് ഇവർ ഈ ദർബാർ കളിക്കുന്ന മൊത്തം. ഈ സർക്കാർ, പിണറായി വിജയന്റെ ഈ സർക്കാർ, ഈ 2ാമത്തെ സർക്കാർ ഭയങ്കര പരാജയമാണെന്ന് മാത്രമല്ല, ഇത് ബംഗാളിന്റെ അവസ്ഥയും ത്രിപുരയുടെ അവസ്ഥയെക്കാട്ടി കഷ്ടമായിട്ട് പോകും. പിന്നെ BJPയെ സംബന്ധിച്ചിട്ട് കേരളത്തിൽ BJP വളരെ ശക്തമായ BJP കേന്ദ്രത്തിലെ ഭരണ പാർട്ടിയാണ്, മറക്കരുത്. ഇന്ന് കേരളത്തില് എല്ലാ നിയമമണ്ഡലങ്ങളിലും ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത് സാമ്പത്തിക ശ്രേഷ്ഠുള്ളത് BJPയാണ്. അപ്പൊ അത് നമ്മള് പിന്നെ പറയാതിരിക്കാൻ ഒക്കില്ല. അവരുടെ BJPയുടെ അടിസ്ഥാന ഘടകം, അതിന്റെ സപ്പോർട്ട് ബേസ് എന്ന് പറഞ്ഞാൽ RSS ആണ്. RSS എന്ന് പറഞ്ഞാൽ ഇപ്പൊ 100 വർഷം ആയിട്ട് ഇന്ത്യയിലുള്ളൊരു കാര്യമാണ്. ഈ വസ്തുതകളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെ 80% വരുന്ന സാധാരണ വോട്ടേഴ്സ് നിങ്ങൾ മനസ്സിലാക്കണം, അവര് കോൺഗ്രസോ CPMോ BJPയോ അല്ല, അവരാണ് നിശ്ചയിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിൽ നിങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം കൂടെ അംഗങ്ങളും അനുഭാവികളും കൂടെ നോക്കിയാൽ കേരളത്തിൽ ഏതാണ്ട് 20% വോട്ടേഴ്സ് വരത്തില്ല. ഞാനിത് പഠിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ കേരളത്തിലെ ബാക്കി വരുന്ന 60% വോട്ടുകാരുണ്ടല്ലോ, അവരൊന്നും ഒരു വോട്ട് ബാങ്ക് ആണെന്നുള്ള കാര്യം തെറ്റായ നിഗമനമാണ്. പക്ഷെ ചേലക്കരയിൽ അങ്ങനത്തെ ഒരു കണക്ക് യാഥാർത്ഥ്യമാണെങ്കിൽ ചേലക്കരയിൽ എങ്ങനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിച്ചു? കേരളത്തില് 40 വർഷമായിട്ട് CPM വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ വർഷം CPM ഏതാണ്ട് 40,000 വോട്ടിന് ജയിച്ച സ്ഥലം 39,700 വോട്ടിന് ജയിച്ച സ്ഥലത്ത് 27,000 വോട്ട് അവർ നഷ്ടപ്പെട്ടു. ലോക്സഭ ഇപ്പൊ അവരൊരു 45,000 വോട്ടിന് ജയിച്ചെന്ന് വെച്ചോ. ഈ അവിടുത്തെ സ്ഥാനാർത്ഥി 45,000 വോട്ടിന് ജയിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരാജയപ്പെട്ടു. അവിടെ 39,700 വോട്ട് ഉണ്ടായിരുന്ന ആകെ ഇപ്പൊ എന്താ 12,000 വോട്ട് മാത്രമായത്? അല്ല, UR പ്രദീപ് 2016 മത്സരിക്കുമ്പോൾ ഇതേ വോട്ട് തന്നെയായിരുന്നു അന്ന് അദ്ദേഹം നേടിയത്. ആ വോട്ട് ശതമാനം ഉയർത്തിയത് K. രാധാകൃഷ്ണന്റെ കാലഘട്ടത്തിൽ മാത്രമാണ്. K. രാധാകൃഷ്ണൻ അവരുടെ പ്രിയപ്പെട്ട രാധേട്ടനാണ്. പ്രദീപിന് ഉണ്ടായ അഡ്വാൻറ്റേജ് എന്ന് നമ്മൾ മറക്കരുത്. പ്രദീപ് അവിടുത്തെ MLA തന്നെയായിരുന്നു, അവിടുത്തുകാരനായിരുന്നു. അവിടുത്തുകാർക്ക് പുതുമയുള്ള ആളല്ല. ഇപ്പോഴത്തെ ഒരു സംഭവത്തിൽ തോറ്റു എന്നുള്ളത് സത്യമാണ്. പക്ഷെ നമ്മൾ അതേ സമയത്ത് നമ്മൾ നേരത്തെ ഉള്ള ഭൂരിപക്ഷം കുറച്ചു എന്നുള്ളത് സത്യമാണ്.
2026 നിയമസഭയിലേക്ക് UDFന്റെ ഒരു ഈസി വാക്ക് ഓവർ ആകണമെന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. എന്റെ പൊന്നു സുഹൃത്തെ, ഒരു തെരഞ്ഞെടുപ്പും ഈസി വാക്കോവർ അല്ല. നമ്മൾ മനസ്സിലാക്കണം, ഒരു തെരഞ്ഞെടുപ്പ് ഈസി വാക്കോവറല്ല. കേരളത്തെ സംബന്ധിച്ചിട്ട് 1.5% വോട്ടിന്റെ വ്യത്യാസം മാറിയാൽ ഭരണം മാറും. അതെ. അപ്പം അത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് തികഞ്ഞ ബോധ്യമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഒരു തെരഞ്ഞെടുപ്പും ഈസി വാക്കറോ എന്നുള്ളതിന് ഈ കാര്യം ഞങ്ങൾക്കില്ല. കേരളത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമുക്ക് പറയാം, എനിക്ക് അറിയാവുന്ന കാര്യം, കേരളത്തിലെ സാധാരണക്കാര് ഇന്ന് ഏതാണ്ട് 70% സാധാരണക്കാരൻ കടത്തിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം. സാമ്പത്തിക പരാധീനത എന്ന് പറഞ്ഞാല് ഈ ഇലക്ട്രിസിറ്റി ചാർജ്, വെള്ളക്കരം, വീട്ടുകരം, പിന്നെ പറയേണ്ടതിനെല്ലാം ചാർജ്. ഇതൊക്കെ എത്രമാത്രം പ്രതിപക്ഷം അഡ്രസ് ചെയ്യുന്നുണ്ട് ഈ വിഷയങ്ങൾ? പിന്നെ ആരാ അഡ്രസ് ചെയ്യാത്ത? ഇതിന്റെ കാര്യം 1200 കേസാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിനെതിരെ എടുത്തിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഈ പിന്നെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? ഈ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തില് ജയിലിൽ പോയ എന്തിനാ പോയത്? അത് നമ്മുടെ ബസ്സിന്, നവകേരള ബസ്സിന് നേർക്ക് നടത്തി. അതല്ല, ഇവിടെ സെക്രട്ടേറിയറ്റ് മാർച്ച്. സെക്രട്ടേറിയറ്റ് മാർച്ച് എന്തിനായിരുന്നു? ആ നവകേരള ബസ്സിന് അത് മാത്രമല്ല, സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയത് നിങ്ങൾ മനസ്സിലാക്കണം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ടില്ല. 5-6 കാരണങ്ങൾ വെച്ചിട്ടുള്ള പ്രതിഷേധ സമരമായിരുന്നു. ആ പ്രതിഷേധം ഇപ്പോഴും കോൺഗ്രസ് നേരിടുന്നുണ്ട്. ഇത് വേറൊരു നാരേറ്റീവാ, മീഡിയ ഉണ്ടാക്കുന്ന ഒരു നാരേറ്റീവാ. കോൺഗ്രസ് പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ എന്താ? പിന്നെ പ്രതിപക്ഷം നേരിടുന്നത് CPM-ന്റെ കാര്യം പറഞ്ഞ പോലെ ഇവിടെ മൊത്തം വളഞ്ഞ് തിരുവനന്തപുരത്തെല്ലാം എന്താ പറഞ്ഞ പിന്നെ മലയാളത്തിൽ പറഞ്ഞാല് നാട്ടണോ, അതായത് വിസർജനം ചെയ്ത് നാട്ടണം. അതൊന്നുമല്ല പിന്നെ കോൺഗ്രസിന്റെ നിലപാട്. കോൺഗ്രസ് എല്ലായിടത്തും ശക്തമായ പ്രതിപക്ഷമാകുന്നുണ്ട്, UDF പ്രതിപക്ഷമാകുന്നുണ്ട്. ഇപ്പോഴത്തെ കാര്യത്തിൽ കേരളത്തിലെ സംബന്ധിച്ചിട്ട് കേരളത്തിൽ എന്തായാലും സർവനാശമായിരിക്കും. ഇപ്പൊ തന്നെ നാശമായി. 2026 ശേഷം പിണറായി ഗവൺമെന്റ് നിൽക്കത്തില്ല. അത് മാത്രമല്ല, ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് അവസാനത്തെ പിന്നെ CPM ഗവൺമെന്റ്. 2016-ലും 2021-ലും ഇടതുപക്ഷം വിജയിച്ചു വരുന്നു. പക്ഷേ അതിൽ കോൺഗ്രസ് തിരിച്ചറിയാൻ ചില കാര്യങ്ങളില്ലേ? ഒന്ന്, ഈ മണ്ഡല പുനർനിർണയത്തിന് ശേഷം ഏകദേശം ഒരു 50ഓളം സീറ്റുകൾ ഇടതുപക്ഷത്തിന്റെ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റായി നിൽക്കുന്നുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ വിജയിച്ചു കയറുന്ന മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ മികവ്, പ്രത്യേക രാഷ്ട്രീയ അന്തരീക്ഷം, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിൽ നിന്ന് UDF-ൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഈ ഘട്ടത്തിൽ 2026-ലും കടുത്ത പരീക്ഷണം നേരിടേണ്ടി വരും എന്ന് വ്യക്തമാണ്. കോൺഗ്രസിന്റെ തന്നെ നേതാവ് K. മുരളീധരൻ ഇക്കഴിഞ്ഞ ദിവസം ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് വിലയിരുത്തിയപ്പോൾ ഭരണവിരുദ്ധത എപ്പോഴും വോട്ടാകണമെന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പാലക്കാട് സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഭിന്നത. അപ്പോൾ ഇത്തരം പല കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അതിൻ്റെ അകത്ത് ഭിന്നതയൊന്നുമില്ലായിരുന്നു. അവിടെ അതിൻ്റെ അകത്ത് ഒരാളെ പിടിച്ചോണ്ട് പോയി. അയാൾ വന്നിട്ട് 3-5 കൊല്ലം ആയില്ല ഈ പാർട്ടി എന്തുവെന്ന് പോലും അയാൾക്ക് അറിയുന്ന സംശയമാണ്. അയാള് ഒരു കരിയർ ഷിഫ്റ്റ് നടത്തിയ ആളാണ്. അയാൾ അവിടെ പോയി നിന്നു, മത്സരിച്ചു. കാരണം സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കോൺഫിഡൻസ് ഇല്ലാത്ത പാർട്ടിയാണ് CPM. അവര് തൃക്കാക്കര ആരെ നിർത്തിയ ഒരു നല്ല മനുഷ്യൻ, ഡോക്ടറെ കൊണ്ട് നിർത്തി. ജോറാണെന്ന് പറഞ്ഞ് എന്ത് വെച്ചു, അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല. രണ്ടാമത് വേറൊരാളെ ഇവിടെ കൊണ്ട് നിർത്തി. സ്വന്തമായി ഒരു കാൻഡിഡേറ്റിനെ നിർത്താൻ പിന്നെന്താ പറഞ്ഞ കോൺഫിഡൻസ് ഇല്ലാത്തൊരു പാർട്ടിയാണ് CPM. ചേലക്കര സ്വന്തമായ പാർട്ടിയെ നിർത്തി. എന്താണ് പിന്നെ ചേലക്കര വേറൊരാളെ നിർത്താൻ? കാരണം ചേലക്കര 40 വർഷമായിട്ട് അവർ നിന്നോണ്ടിരിക്കുന്ന. പാലക്കാട് എന്തായാലും ഒരു നേർച്ചക്കോഴിയെ വേണം. സ്വന്തം നേർച്ചക്കോഴിയെ കഴിക്കാൻ ആൾക്കാർ തയ്യാറായില്ല. അപ്പൊ വേറൊരുത്തുനിന്ന് കടമെടുത്ത്. CPM-ന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. കാരണം രാഷ്ട്രീയ പോരാട്ടം എന്നുള്ളത് പാലക്കാട് വേണ്ട, പകരം 2 യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടട്ടെ, അതിന് വേറൊരു നെറേറ്റീവ്. രാഷ്ട്രീയ പോരാട്ടം വേണ്ടെന്ന് പറഞ്ഞാൽ അരാഷ്ട്രീയ പോരാട്ടമാണ്. അതാണ് പ്രശ്നം. രാഷ്ട്രീയ പോരാട്ടം ഇല്ലാതെ അരാഷ്ട്രീയ പോരാട്ടം നടത്തുന്നതാണ് വർഗരാഷ്ട്രീയം വിട്ട് വർഗീയ രാഷ്ട്രീയം കളിക്കുന്നതിന്റെ ഒരു കാര്യം. കാരണം അരാഷ്ട്രീയമാണ്. അൻവർ അരാഷ്ട്രീയമായിരുന്നോ രാഷ്ട്രീയമായിരുന്നോ? അൻവർ ഫൈറ്റ് ചെയ്ത് അരാഷ്ട്രീയമാണ്. ഇപ്പം അൻവർ പറയുന്നത് മൊത്തം രാഷ്ട്രീയമാണല്ലോ. അല്ല, അൻവർ മറ്റൊരു
ഗെയിം സെറ്റിങ്ങിനാണല്ലോ ഗെയിം സെറ്റിംഗ് ഒന്നും അല്ല ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ യുഡിഎഫിലേക്ക് കടക്കാനുള്ള ഒരു പാലം ഇവിടെ. അങ്ങനല്ല. CPM-നെ സംബന്ധിച്ചിട്ട് അവരുടെ BJP-യുടെ കാര്യം പറഞ്ഞല്ല, BJP ചെന്നാൽ ED-യിലും എല്ലാ സകല പാവവും ക്ഷമിക്കും. ഏറ്റവും നല്ല മനുഷ്യനാണ്. ഈ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും പിണറായി വിജയനെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന സരിൻ അവിടെ ചെന്നപ്പോൾ സഖാവ് സരിൻ ആയപ്പോഴത്തേന് എത്ര നല്ല ചെറുപ്പക്കാരനായിട്ട് മാറി. ഇതാണ് CPM-ന്റെ അവസ്ഥ. CPM-ന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ചു നാളായിട്ട് അവർക്ക് ആത്മവിശ്വാസമില്ല. ഒന്നാമത്തെ അതിൻ്റെ അകത്ത് രണ്ടാമത്തെ തലമുറ വളരെ മോശമാണ്. അപ്പൊ എവിടുന്നൊക്കെ ആളിനെ കിട്ടാമോ അവിടുന്ന് ചൂണ്ടയിട്ടോണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ CPM-ന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു കാര്യം, ഇനി ഒരു കാര്യം പറയട്ടെ, ഇതുപോലെ ഭയങ്കര കളി കളിച്ചതാണ് ബംഗാളില്. മണ്ഡലം പുനർനിർണയം ചെയ്യാവുന്ന പണി എല്ലാം ചെയ്യും. പക്ഷെ ബംഗാളിന്റെ സ്ഥിതി കേരളത്തിലില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ചേലക്കരയിലെ വിജയം. മറുവശത്ത് പാലക്കാട് ബംഗാളിലെ സ്ഥിതി കേരളത്തിലില്ല. കാരണം കേരളത്തിൽ CPM ഒറ്റയ്ക്ക് മത്സരിച്ച 15 സീറ്റ് കിട്ടത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മുന്നണി രാഷ്ട്രീയമാണ്. കേരളത്തിന്റെ തുറക്കത്തോട്ട് മുന്നണി രാഷ്ട്രീയം, കേരളത്തിന്റെ ഡെമോഗ്രഫി അങ്ങനെയാണ്. അല്ല, ഇപ്പൊ മുനമ്പം വിഷയത്തിൽ അടക്കം ചില സമുദായ ഫാക്ടറുകൾ പരസ്യമായി UDF-നെയും LDF-നെയും തള്ളിപ്പറഞ്ഞ് NDA മുന്നണിക്കൊപ്പം നിൽക്കുന്നുണ്ട്. നമ്മൾ അത് സംഘപരിവാരം ചെയ്യുന്ന ഒരു കാര്യമില്ലേ. മുനമ്പം വിഷയം ആരാണ് ഉണ്ടാക്കിയത്? മുനമ്പം വിഷയം 2008 VS അച്യുതാനന്ദൻ സർക്കാരിന്റെ അടുത്തുള്ള വഖഫ് ബോർഡാണ് ഈ മുനമ്പം, ആ വഖഫുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സ്ഥലം, അവിടെ 100-120 കൊല്ലമായിട്ട് ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം വഖഫാന്ന് പറഞ്ഞ ആരുടെ കാലത്താ? VS അച്യുതാനന്റെ കാലത്താണ്. ഇത് വഖഫായിട്ട് ചേർത്ത എപ്പോഴാണ്? പിണറായി വിജയന്റെ വഖഫ് ബോർഡാണ്. അതായത് കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം അവിടെ കളിച്ചിട്ട് എന്നിട്ട് പറഞ്ഞ എന്താണ്? കോൺഗ്രസ് ആണ് ഇത് ചെയ്തതെന്ന്. 1995 വഖഫ് നിയമം അനുസരിച്ച് കള്ളത്തരല്ലേ പറഞ്ഞു, ഏത് സ്ഥലം കാണിച്ചാലും അത് വഖഫാണെന്ന്. അങ്ങനെ പറ്റില്ല. വഖഫ് കൊടുത്ത സ്ഥലത്തിന് തന്നെ വഖഫാണോ നോട്ടീസ് കൊടുക്കണം, അല്ലാതെ ഏത് സ്ഥലം കാണിച്ചാലും വഖഫാകത്തില്ല. അതുപോലെ പച്ചക്കള്ളം സംഘപരിവാരം എടുത്തത് CPM ഏറ്റെടുത്തു. എന്നിട്ട് ഈ മുനമ്പത്തെ ജനങ്ങളെ പറ്റിച്ചാരാണ്? ഈ 2008, 2009, 2008 ഇവിടെ ഭരണത്തിരുന്ന ആരാണ്? LDF അല്ലേ? 2019 ഭരണത്തിരുന്ന ആരാണ്? LDF. ഈ വഖഫിന്റെ ചെയർപേഴ്സൺ ആരാണ്? ഇപ്പോഴത്തെ PSC-യുടെ മുൻ ചെയർപേഴ്സണായ CPM-കാരൻ. അതിനു മുമ്പ് ആരായിരുന്നു? TK ഹംസ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതെല്ലാം പാർട്ടിക്കാരെ വെച്ചിട്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് അവിടെ വക്കഭൂമിയേ അല്ല. അതിനകത്ത് ഞങ്ങൾക്കാർക്കും ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇപ്പൊ ജുഡീഷ്യൽ കമ്മീഷൻ ചെയ്യുക. ജനങ്ങളെ ബാധിച്ചിരിക്കുന്ന പ്രശ്നമല്ല. വഖഫ് ഭേദഗതി നിയമത്തെ നിയമസഭയിൽ എതിർക്കുന്ന പ്രമേയം 2024 വഖഫ് ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കണം. ഈ ആർട്ടിക്കിൾ 25 ഭരണഘടന എന്നുണ്ട്. ആർട്ടിക്കിൾ 25, 26 നാളെ ചർച്ച ആക്ട് ഉണ്ടാക്കിയിട്ട് ചർച്ചിന്റെ സ്വത്തുക്കളെല്ലാം കളക്ടർ നോക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, വഖഫിന്റെ നിയമം 1913 ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ്. 23 അത് കഴിഞ്ഞിട്ട് 54 എന്താണ്? ഒരുപാട് സ്ഥലം വഖഫ് ഉണ്ട് പാകിസ്ഥാനിൽ പോയപ്പോൾ ആൾക്കാരെ കയ്യേറി. അപ്പം നെഹ്റുവിന്റെ കാലത്ത് അവിടെ ആവശ്യപ്പെട്ടനുസരിച്ചാണ് ചെയ്തത്. നിങ്ങൾ ഇതിന്റെ ഒരു 95 എന്താ ചെയ്തത്? 95 ഒരുപാട് സ്ഥലം പിടിച്ചെടുക്കാൻ തുടങ്ങി. എവിടെ എന്താണെന്നറിയോ? അയോധ്യക്ക് ശേഷം അതിന്റെ പേരിലാണ് ചെയ്ത്. ഇതിന്റെ പേര് പറഞ്ഞ 24 വെച്ചേക്കുന്നതിന്റെ നിയമത്തെ എന്തുകൊണ്ടാണ് എതിർക്കുന്നത് അറിയോ? വഖഫ് സെൻട്രലി മാനേജ് ചെയ്യും, ഒന്ന്. രണ്ടാമത് ഡിസ്പ്യൂട്ട് ആരുടെ അടുത്ത് പോകും? കളക്ടറുടെ അടുത്ത് പോകും. അതെങ്ങനെ പറ്റും? അല്ല, അപ്പൊ ഇതൊക്കെ അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വയലേഷൻ ഓഫ് ആർട്ടിക്കിൾ 25 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് നിലനിൽക്കത്തില്ല. അതുകൊണ്ടാണ് അതിനെ എതിർത്തത്. അല്ല, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് ചില വർഗീയ ശക്തികൾക്ക് പ്രാമുഖ്യം പച്ചക്കള്ളമല്ലേ നിങ്ങൾ ഈ പറയുന്ന കാര്യം. ഇവിടെ ദേവസ്വം ബോർഡ് ഏതൊക്കെ ദേവസ്വം ബോർഡുണ്ട്? ദേവസ്വം ബോർഡ് പണ്ടോട്ടേ ഉണ്ടല്ലോ. ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി ഉള്ള ഒരു ഭാഗം ചർച്ചസ് ആണല്ലോ. CNI-യും CSI-യും എനിക്കറിയാം. പൂനെയില് മാത്രം, ഞാൻ പൂനെയിലുണ്ടായിരുന്ന CNI സഭയ്ക്ക് മാത്രം പൂനെ സിറ്റിക്കകത്ത് 200 ഏക്കറുണ്ട്. അറിയാം. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇത് എല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാ മത ട്രസ്റ്റുകൾക്കും കാലാകാലങ്ങളിലായിട്ട് ഇവിടെ ദേവസ്വവും ബ്രഹ്മസ്വവും ഒക്കെ ഉണ്ടായിരുന്നു. 8 ലക്ഷം സ്വത്തുക്കളാ ഉള്ളത്. ഇന്ത്യൻ റെയിൽവേ മാറ്റി വെച്ചാൽ ഏറ്റവും കൂടുതൽ വേറെ ശുദ്ധ കള്ളത്തരം സംഘപരിവാരം എന്ന് പറയുന്നത്. 8 ലക്ഷം അല്ല, 8 ലക്ഷത്തിൽ കൂടുതലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ തമിഴ്നാട്ടിലും ആന്ധ്രയിലും മാത്രം 10 ലക്ഷമാണ് അമ്പല ട്രസ്റ്റുകളുടെ ഭൂമി മാത്രം. മനസ്സിലായില്ലയോ? നിങ്ങൾ ഈ പറയുന്ന ചർച്ചുകളുടെ മാത്രം പ്രോപ്പർട്ടി, എല്ലാ ചർച്ചുകളുടെയും ക്രിസ്ത്യൻ 17 ലക്ഷമാണ്.
അറിയാം. അപ്പൊ ഇത് ഇന്ത്യൻ റെയിൽവേയിലൊന്നും അല്ല. ഞാൻ പൂനെയിൽ 200 ഏക്കർ CNI കൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇത് പറയരുത്. നിങ്ങൾ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരുടെയിലാണ് ഇരിക്കുന്നത്? മിക്ക മതവിഭാഗങ്ങൾക്കുണ്ട്. ഇല്ലില്ല, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ മതവിഭാഗമുണ്ട് കന്റോൺമെന്റ് ഏരിയയില്. നിങ്ങൾ ആ കനോട്ട് പ്ലേസ് തൊട്ട് നോക്കണം, അല്ലേ? അപ്പൊ ഇവിടെ എല്ലാ മതങ്ങൾക്കും, ബുദ്ധമതം തൊട്ട് ഹിന്ദുമതം തൊട്ട് ക്രിസ്ത്യൻ മതം തൊട്ട് മുസ്ലിം മതവിഭാഗങ്ങൾക്ക് വിവിധ തരങ്ങളിൽ ഭൂമി ഉണ്ടെന്നുള്ള സത്യമാണ്. അല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. ഇത് ഈ സംഘപരിവാറിന്റെ കാര്യമാണ്. ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞിട്ട് മുസ്ലിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ. എന്ത് മണ്ടത്തരായി പറയുന്നത്. തിരികെ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഈ UDFന്റെ മുഖ്യ ആരോപണം പിണറായി വിജയനെതിരെയാണ്. ഇടതുപക്ഷം 2026 മത്സരിക്കുമ്പോൾ പിണറായി വിജയൻ മത്സരരംഗത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ ഇടതുപക്ഷം മൈനസ് പിണറായി വിജയൻ അത്തരം ഒരു ഘട്ടത്തിൽ ആരോപണം. ഒന്നാമതേ ഇവിടെ ഇടതുപക്ഷം എന്ന് പറഞ്ഞൊരു പക്ഷം ഇല്ല, മനസ്സിലായല്ലോ. ഏറ്റവും പിന്നെ വലതുപക്ഷമായ ഒരു പാർട്ടിയാണുള്ളത്. അതിപ്പോ പിണറായി വിജയനല്ല, വേറെ ആര് വന്നാലും പിരിഞ്ഞ പാല് തന്നെയാണ്. മാർക്സിസം കേരളത്തിൽ പിരിഞ്ഞ പാലാ എന്നുള്ളതാണ് മാർക്സിസം പഠിച്ച ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ കാൾ മാർക്സിനെ എങ്ങും കാണില്ല. അല്ല, കാലോചിതമായി ആശയങ്ങൾ അവർ പരിഷ്കരിച്ചു. എന്ത് പഴയ കട്ടൻ ചായയുടെയും പരിപ്പുടെയും കാലമല്ലെന്ന് പാർട്ടിയുടെ അല്ല. ഇപ്പൊ കാപ്പച്ചൂനുടെയും പിന്നെ എന്താ പറഞ്ഞ ഡോണറ്റ്സിന്റെയും കാലമാണ്. കറക്റ്റ്. അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞാല് വർഗ പാർട്ടിയുടെ മക്കളെല്ലാം ഇന്ന് ആരാണ്? ഇന്ന് കോടീശ്വരന്മാരാ, അല്ലേ? കോടീശ്വരന്മാരാ. അവരെല്ലാം ഇന്ന് ഓൺട്രപ്രണേഴ്സ് ആണ്, മുതലാളിമാരാണ്, അല്ലേ? ഇതിന്റെ അകത്ത് തൊഴിലാളി പാർട്ടി എന്ന് പറഞ്ഞാല് അവര് പോകുന്ന വണ്ടികള് പാർട്ടിയുടെ ഒരു മീറ്റിങ്ങില് ഈ സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് ചെയ്യുന്നവരല്ല എപ്പോഴും തൊഴിലുറപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. കുടുംബശ്രീക്കാരൻ പാവം കുടുംബശ്രീ ചെയ്തുകൊണ്ടിരിക്കുക. ഈ നേതാക്കന്മാരുടെ മക്കളെല്ലാം എവിടെയാണ്? നല്ല സാമ്പത്തിക. ഇത്തരം പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് പലവട്ടം കൊണ്ടുവരുന്നുണ്ട്, ചർച്ചയാകപ്പെടുന്നുണ്ട്. അത്തരം വിഷയങ്ങൾ കൂടുതൽ ഇനിയും ഉന്നയിക്കപ്പെടണം, വേണ്ടേ? ഉന്നയിക്കപ്പെടും. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് 2021 ഞാനുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷയ്ക്ക് വിപരീതമായി അന്ന് സംഭവിച്ചത്, ഒന്ന് കോവിഡിന്റെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. കോവിഡിന്റെ ആ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം തന്നെ വളരെ മന്ദഗതിയിലായിരുന്നു. രണ്ടാമതെന്ന് പറഞ്ഞാല് സർക്കാർ ഭരിക്കുന്നവർക്ക് എല്ലാ അഡ്വാൻറ്റേജും ഉണ്ടായിരുന്നു. ഈ 6 മണിക്കത്തെ ഒരു എന്താ പറഞ്ഞ പിന്നെ ടെലിവിഷൻ പ്രക്ഷേപണം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ എല്ലാം മെച്ചം ഉപയോഗിച്ചു. തരതരമായിട്ട് കോപ്റ്റ് ചെയ്ത് കോപ്റ്റിംഗ് കമ്മ്യൂണലിസം, വളരെ സെക്ടേറിയനിസം വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചു. അതാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു പറ്റിയത്. പക്ഷേ 2026 ഞങ്ങൾ ഒറ്റക്കെട്ടായിരിക്കും. ഞങ്ങൾക്ക് ആത്മവിശ്വാസം നന്നായി ഉണ്ട്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് കേരളത്തിലെ ജനങ്ങളെ കുറിച്ച്. പക്ഷെ അതിലപ്പുറം ഒരു വിരുദ്ധാഭിപ്രായമുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ VD സതീശൻ ക്യാമ്പ് പത്രങ്ങൾക്ക് കൊടുത്ത ചില വാർത്തകളുണ്ട്. അതിൽ സതീശനും ടീമും, അതായിരുന്നു അതിന്റെ ഒരു ക്യാപ്ഷൻ, അതിന്റെ ഒരു എഡ്ജ്, മറ്റുള്ള സീനിയർ നേതാക്കളെ ഒക്കെ പരിപൂർണമായി ഒഴിവാക്കി സതീശനും ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും അവരുടെ ഒരു കോക്കസിന്റെ വിജയമായിരുന്നു എന്നുള്ള തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചത്. തെറ്റാണ്. VD സതീശൻ ഞങ്ങളുടെ എല്ലാവരുടെയും നേതാവാണ്. VD സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. ഈ പറയുന്ന രണ്ടിടത്തും ഞാൻ പോയല്ലോ, ഞാൻ ഉണ്ടായിരുന്നല്ലോ. VD സതീശൻ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. പാലക്കാട്ടെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാം, അവിടെ നേതൃത്വം നൽകിയത് അടൂർ പ്രകാശും ബെന്നി ബെഹനാനും VC വിശ്വനാഥും ഉൾപ്പെടെയുള്ള വലിയ ടീമാണ്. കോൺഗ്രസിന്റെ ഒരു വലിയ ടീമാണ്. അതിന്റെ കൂട്ടി ജ്യോതികുമാർ ചാമക്കാല അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അതുപോലെ ചേലക്കര ഉണ്ടായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കൊടിക്കുന്ന് സുരേഷും ഞങ്ങളുടെ MLA-മാരും MP-മാരും ഞങ്ങളുടെ നേതാക്കന്മാരും എല്ലായിടത്തും ഉണ്ടായിരുന്നു. ചെന്നിത്തല ബോംബെയില് പിന്നെ തെരഞ്ഞെടുപ്പിന്റെ ചെന്നിത്തല എല്ലായിടത്തും പോയി. രമേശ് ചെന്നിത്തല നിരന്തരമായി കേരളത്തിലെ എല്ലാ പ്രോഗ്രാമിലും. രമേശ് ചെന്നിത്തല ഞങ്ങളുടെ സമന്വിതനായ നേതാവാണ്. VD സതീശൻ ഞങ്ങളുടെ സമന്വിതനായ നേതാവാണ്. K സുധാകരൻ. അപ്പൊ ഇതിന്റെ അകത്ത് ഈ പാർട്ടി കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമില്ല. VD സതീശൻ ഞങ്ങളുടെ നേതാവാണ്, രമേശ് ചെന്നിത്തല ഞങ്ങളുടെ നേതാവാണ്, സുധാകരൻ ഞങ്ങളുടെ നേതാവ്. ഇത് മീഡിയ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഈ റിപ്പോർട്ടർ ചാനലിനെ പോലുള്ള ചില ചാനലുകളുണ്ട്. കുത്തിത്തിരിപ്പുമായിട്ട് CPM-ന് വേണ്ടി പ്രോക്സി വർക്ക് ചെയ്യുന്ന പരിപാടിയാണ്. അത് ഇവിടെ ചെലവാകില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി, എന്റെ അയൽവാസിയായ രാഹുൽ മാങ്കൂട്ടത്തില് റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി അവിടെ ജയിച്ച. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങള് പിന്നെ ചേലക്കര പോയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ
ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിച്ചതും പോയതും. ഒരൊറ്റ ചോദ്യം കൂടി, 2026 കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ UDF ഭരണത്തിൽ വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ആരാണ് മുഖ്യമന്ത്രി? കേരളത്തില് മന്ത്രിമാരെല്ലാം ഇവരെല്ലാം വെട്ടി KC വേണുഗോപാൽ പറഞ്ഞു. അല്ലല്ല, അത് KC വേണുഗോപാൽ ഞങ്ങളുടെ ഏറ്റവും ഉന്നതനായ നേതാവാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിട്ട് മുഖ്യമന്ത്രിയാകാൻ ശേഷിയുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ MLA മാരും MP മാരും കേരളത്തിൽ നിങ്ങൾ കോൺഗ്രസിന്റെ രണ്ടാം നിരയും നോക്ക്. PC വിശ്വനാഥ് ആയാലും, റോജി M. ജോൺ ആയാലും, ഡീൻ ആയാലും, ഹൈബി ആയാലും, ജെബി ആയാലും, ഈ ലിജു ആയാലും, ഇത്രയും കപ്പാസിറ്റി ഉള്ള എത്ര നേതാക്കന്മാരുണ്ട്. ഇന്നിപ്പോ പുസ്തകം വായിക്കുന്നവരും എഴുതുന്നവരും വിവരമുള്ളവരും കോൺഗ്രസിലാണുള്ളത്. അതില്ലാത്തവരും അങ്ങോട്ട് പോകും. ഞങ്ങൾ ആരും കോപ്പി അടിച്ചോ എന്താ പറഞ്ഞ ഈ വാഴക്കൊല PhD ഒന്നും ചെയ്തവരല്ല. ഞങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന് നല്ല ഒരു പറ്റ നേതാക്കളുണ്ട്. മുഖ്യമന്ത്രിയാകാൻ ശേഷിയുള്ള ഒരുപാട് പേരുണ്ട്, മന്ത്രിമാരാകാൻ ശേഷിയുള്ളവരുണ്ട്, MP മാരുണ്ട്. കോൺഗ്രസിന്റെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തീരുമാനിക്കും. ആര് മുഖ്യമന്ത്രി ആയാലും ഞങ്ങളെല്ലാം ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.